മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ്ബ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ അബ്ദുറബ്ബ്, എല്ലാം നിയന്ത്രണ വിധേയമാണെന്നാണ് സർക്കാരിന്റെ വാദം. അഡ്മിഷൻ കൊടുക്കുന്നത് നിയന്ത്രണ വിധേയമാണോ? ആ വാക്ക് തന്നെ തെറ്റല്ലേ? നിയന്ത്രണ വിധേയമാക്കാനുള്ളതാണോ അഡ്മിഷന്? മന്ത്രി ഇപ്പൊ പറയുന്നത് ഞാൻ കേട്ടു. അൺഎയ്ഡഡിലും അതുപോലെ തന്നെ മറ്റുള്ളതിലും ഒക്കെ സീറ്റ് ഒഴിവുണ്ടെന്ന്. അതിലേക്ക് കുട്ടികളെ തള്ളിവിടാനാണോ ഗവൺമെന്റിന്റെ ശ്രമം? ഗവൺമെന്റും മന്ത്രിയൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. ഗവൺമെന്റിന്റെ പിന്നെ സീറ്റ് കൊടുക്കാൻ കഴിയാതിരിക്കുകയും അതോടൊപ്പം തന്നെ നേരത്തെ എതിർത്ത് പറഞ്ഞിരുന്ന അൺഎയ്ഡഡിനെയും അതുപോലെ മറ്റ് പാരലൽ കോളേജിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കള്ള കണക്കാണ് മന്ത്രി അവതരിപ്പിക്കുന്നത്. ഇവിടെ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ കുട്ടികൾ പോയി ചേരൂലേ? ഇനിയിപ്പോ 2016 നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി? ഞാനിപ്പോ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വിളിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, അങ്ങനെ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ എന്തിനാണ് ഈ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗം അടക്കം സമരത്തിലിറങ്ങുകയും അത് പ്രസക്തമായ ചോദ്യമാണ്. പറയട്ടെ ചെയ്യുകയും കുട്ടികളെ എവിടെയും കിട്ടിയില്ലെങ്കിൽ ഈ അണയിടലിൽ പോയി ചേരൂലേ? അവിടെ സീറ്റ് ഉണ്ട്, എന്നാ പിന്നെ അവിടെ ചേർന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ എണ്ണം കുറയില്ലേ? എന്തുകൊണ്ടാണ് കുറയാത്തത്? അപ്പൊ വെറുതെ ഗവൺമെന്റ് LDF ഗവൺമെന്റ് നിലവിൽ വന്ന് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം വന്ന ഈ പിണറായിയുടെ ഒന്നാം സർക്കാരും രണ്ടാം സർക്കാരും ഒരു സ്കൂളിൽ പോലും പുതിയ ബാച്ചോ പിന്നെ ഇതോ കൊടുത്തിട്ടില്ല. പിന്നെ UDFന്റെ കാലത്തുണ്ടായിരുന്ന 95-96% റിസൾട്ട് ഇന്ന് 99%. അപ്പൊ കുട്ടികൾ മുഴുവൻ പുറത്താണ്, എന്നും പുറത്ത് എല്ലാ മാധ്യമങ്ങളും അതിന്റെ കണക്ക് കൊടുക്കുന്നു. എന്നിട്ടും ഒന്നുമില്ല എന്ന് മന്ത്രി പറയുകയാണെങ്കിൽ മന്ത്രി ഈ ലോകത്തുനിന്നല്ല. അതാ ഞാൻ നേരത്തെ ചോദിച്ചത്, 2016 നിന്ന് വ്യത്യസ്തമാകുന്നത് റിസൾട്ട് വർദ്ധിച്ചത് കൊണ്ട് മാത്രമാണ്. അല്ല, അതുകൊണ്ട് മാത്രമെന്നല്ലേ പറയുന്നത്. അതും ഒരു കാരണമാണല്ലോ. റിസൾട്ട് വർദ്ധിച്ചാലേ കുട്ടികൾക്ക് സീറ്റ് കൊടുക്കട്ടെ. റിസൾട്ട് വർദ്ധിക്കുന്നവരുടെ കുറ്റങ്ങളല്ലല്ലോ, കുട്ടികൾ പാസ്സാകുന്നത് കൊണ്ടാണല്ലോ. ആ സിസ്റ്റത്തിലെ തെറ്റും ശരിയും അത് നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. നേരത്തെ കുട്ടികൾക്ക് സീറ്റ് ഇല്ല എന്നുള്ള പ്രശ്നം അബ്ദുറഹ്മാൻ നേരത്തെ പറയായിരുന്നു മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. ആവശ്യം വരികയാണെങ്കിൽ സർക്കാർ ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി ആയി ഉയർത്താമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ടെന്നാണ്. ഏത് വിധേനയാണെങ്കിലും കുട്ടികൾക്ക് സർക്കാർ ചെലവിൽ പഠിക്കാൻ കഴിയണം. മറ്റൊന്നും സർക്കാരിന്റെ ഔദാര്യമല്ല. വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണ്. ആ അവകാശം ഇതാക്കണമെങ്കിൽ ഒന്നിക്ക് ഗവൺമെന്റ് സ്കൂളുകളിൽ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ സീറ്റ് വേണം. അൺഎയ്ഡഡ് സ്കൂള് ഗവൺമെന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഔദാര്യമല്ല, അത് കുട്ടികൾ പണം ചെലവാക്കി പഠിക്കുന്നതാണ്.